ഗോവിന്ദേട്ടാ, ഗോവിന്ദേട്ടാ, വീടെത്തി. ഗോവിന്ദേട്ടൻ എന്താ വല്ലാതെ? ഒന്നുമില്ലടാ, അച്ഛനൊന്ന് ഓർത്തുപോയി. ദേ, 1-ാം തീയതി ആയതുകൊണ്ട് ഇന്ന് ഇടപാടുകാർ കൂടുതലാ. ശരിക്കും ചളവാക്കുന്നുണ്ട്. ആര്? വേറെ ആര്? ഗോവിന്ദേട്ടന്റെ കൊച്ചച്ഛൻ. പലിശ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിന്റെ അമ്മൂമ്മയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പശു പല നിറം, പാലൊരു നിറം, മുതൽ ഒരു വിധം, പശു പല വിധം, പലിശ പലവിധം. പലിശ, കൂട്ടുപലിശ, മിതപ്പലിശ, അമിത പലിശ, ന്യായപ്പലിശ, അന്യായ പലിശ. ഇതിൽ വളരെ തുച്ഛമായ അമിത കൂട്ടുപലിശയെ ഞാൻ ഈടാക്കുന്നുള്ളൂ. അതുപോലും കൃത്യമായി തരാൻ കഴിയാത്തത് എന്തിനാടാ എന്റെ 1.5 ലക്ഷം പുഴുകി വിഴുകിയത്? തരാം മുതലാളി, 2 ദിവസം കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ. നിനക്ക് മുങ്ങാന്ന്. എടോ, ഈ ഉണ്ണിപ്പിള്ള പറഞ്ഞതാ. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ എനിക്ക് പലിശ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ 12:10 മതി. നീ ഏതാ? KLA 4275. ഓ, RC ബുക്ക് പണയം എത്ര വേണം? ഒരു 25എങ്കിലും. ഇതുപോലുള്ള സില്ലി എമൗണ്ട്സ് ഒന്നും ഞാൻ ഡീൽ ചെയ്യാറില്ല. എന്നാലും ഞാൻ ഗോവിന്ദനോട് പറയാം, നാളെ വന്ന് 25,000 ബ്ലാക്ക് മണി വാങ്ങിച്ചോ. ബ്ലാക്ക് മണിയാണെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ പറയരുത്. എന്റെ ബിസിനസ് ബ്ലാക്ക് ആവും, ബ്ലോക്ക് ആവും. കൊച്ചാ, ഒരു മിനിറ്റ്. എന്റെ ഈ പലിശ പ്രസ്ഥാനം പൂട്ടിക്കണമെന്ന് കൊച്ചന് വാശിയൊന്നുമില്ലല്ലോ. എങ്കിൽ വാക്കും കണക്കും അറിഞ്ഞ് പ്രയോഗിക്കണം. ബ്ലാക്ക് മണി, വൈറ്റ് മണി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവിയാലുണ്ടല്ലോ. ഈ ഗോവിന്ദന്റെ ഒരു കാര്യം, പേഴ്സണൽ മാറ്റേഴ്സ്. എന്റെ ഗോവിന്ദ ഇപ്പൊടിയൊന്നും എനിക്ക്. ഗോവിന്ദ, പണം ഒന്നിച്ചെന്ന് സെറ്റിൽ ചെയ്യാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഇതാ 15,000 രൂപയുണ്ട്. ഇതങ്ങ് മുതലിലേക്ക് എടുത്താ അടുത്ത മാസം എനിക്ക് അത്രയും പലിശ കുറഞ്ഞു കിട്ടുമല്ലോ. കൊച്ചാ, കൊള്ളാലോ മുതല്. രാമകൃഷ്ണ, പലിശ ഇരിക്കുമ്പോ മുതല് വാങ്ങിയാ പിന്നെ എങ്ങനെയാടോ തന്നെ പോലുള്ളവർ എന്നെ ബ്ലേഡ് ഗോവിന്ദാന്ന് വിളിക്കുന്നത്? മുതലിന് എനിക്ക് ഒട്ടും ധൃതിയില്ല. അത് മേടിക്കാൻ എനിക്കറിയാം. ഇത് കഴിഞ്ഞ 2 മാസത്തെ പലിശ. രാമകൃഷ്ണൻ ചെല്ല്. വായി നോക്കി നീ അല്ലാണ്ട് ആരെങ്കിലും ഗോവിന്ദനോട് മുതലി കുറയ്ക്കാൻ പറയും? അല്ല, ഇത് ആരാ വന്നിരിക്കണേ? തിരുമേനിയോ? ഇത്രയും കാലം ഏത് പാതാളത്തിൽ പോയി അടയിരിക്കായിരുന്നു താൻ? അന്വേഷിക്കാൻ ഇനി ഇടം ബാക്കിയില്ല. മനഃപൂർവ്വമല്ല, താമസിച്ചിരുന്ന വാടക വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ 10-20 നാഴിക തെക്കോട്ട് മാറിയാ. അല്ലാതെ ഏതായാലും തെക്കോട്ട് എടുക്കാനിതയുള്ളവന്റെ ഭാഗ്യം. എടോ കള്ള തിരുമേനി, ദരിദ്ര നാരായണനായ തനിക്ക് ആരടോ ലക്ഷ്മി നാരായണൻ എന്ന് പേരിട്ടത്? ഒക്കെ ശരിയാ, സകല കുറ്റവും ഈ മഹാഭാവിയുടെ. എന്നാലും ഞാൻ പറയുന്നത് കേൾക്കാൻ അരിവുണ്ടാകണം, അപേക്ഷയാണ്. ഓഹോ, അപ്പൊ ഇന്നും പലിശയില്ല, അപേക്ഷയുമായിട്ടാണ് എഴുന്നള്ളത്ത്. കേട്ടില്ലേ? 4 കൊല്ലം മുമ്പ് 3 ലക്ഷം രൂപ കരഞ്ഞു വിളിച്ച് വാങ്ങിച്ചോണ്ട് പോയതാ. 2 കൊല്ലം മര്യാദയ്ക്ക് പലിശ തന്നു. 6 മാസം ഓടിച്ചിട്ട് പിടിച്ചു വാങ്ങി. ഇപ്പൊ 1.5 കൊല്ലമായി മാന്യ അദ്ദേഹത്തെ ഒന്ന് കണി കണ്ടിട്ട്. ആട്ടെ, എന്താണ് ആ ആഗമന ഉദ്ദേശം? ആയുസിനി അധിക കാലം ഉണ്ടാവും തോന്നുന്നില്ല. ഇല്ലത്തെ തുളസിത്തറയിൽ ഇനിയുള്ള കാലം അന്ത്യത്തിരി കൊളുത്താനുള്ള അനുവാദം, ആ ഉമ്മറത്ത് കിടന്ന് മരിക്കാനുള്ള അവകാശം, അതിന് ആ പ്രമാണം ഒന്ന് കിട്ടിയാൽ. ആവാം. നാളിതുവരെയുള്ള കണക്കനുസരിച്ച് 6,24,000 രൂപ എണ്ണി തരാനുണ്ടാവോ തിരുമേനിയുടെ കയ്യില്? ഇപ്പോഴില്ല. ഭൂപട ബാങ്കിൽ ഒരു ലോൺ തരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രമാണം കൊടുത്താലേ പണം കിട്ടൂ. എന്നെ വിശ്വസിച്ച് അതിങ്ങ് തന്നെങ്കിൽ. ഇല്ല, വിശ്വസിക്കില്ല. പണത്തിന്റെ കാര്യത്തിൽ ഗോവിന്ദന് ഒരാളെ വിശ്വാസമില്ല. പണം ഗോവിന്ദനെ കളഞ്ഞു കിട്ടിയൊന്നുമല്ല. രാപ്പകലില്ലാതെ രക്തം വെള്ളമാക്കി കണ്ട തമിഴിന്റെയും തെലുങ്കിന്റെയും മുറിയാക്കാരന്റെ ഒക്കെ തെറികെട്ടുണ്ടാക്കിയതാ. അതിലൊരു ഓഹരി വാങ്ങിയിട്ട് തന്തയില്ലായ്മത്തരം കാണിച്ചാലുണ്ടല്ലോ, തിരുമേനിയല്ല സാക്ഷാൽ ഒടയ തമ്പുരാനായാലും ശരി, കീഴ്മേൽ നോക്കില്ല ഗോവിന്ദൻ. ഇനിയും ഒരു അപേക്ഷയും പുല്ലും കൊണ്ട് പഠിച്ച വിട്ടിയാ പിന്നെ വാടക വീട്ടിലേക്ക് തിരിച്ചു പോകില്ലതാണ്. ചുമന്ന് മാറ്റി ശവത്ത്. പോണം. പിന്നെ ഗോവിന്ദ, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് മതി, വാ. നാട്ടുകാരോട് കൊള്ളപ്പലിശ വാങ്ങിക്കാനും മെക്കെട്ട് കയറാനും ഉള്ളതല്ലേ എൻ്റെ മോന്. പഴങ്കഞ്ഞി മാത്രം ആക്കണ്ട, ആ മുട്ടയും പഴവും ഒക്കെ എടുത്ത് കഴിക്കേ. എന്ത് മുട്ട, എന്ത് പഴം? ഇത് കഴിച്ചാലുള്ള സ്റ്റാമിന ഭൂമിയിൽ മറ്റെന്ത് സാധനം വാങ്ങി കഴിച്ചാൽ കിട്ടും എൻ്റെ അമ്മേ. പഴങ്കഞ്ഞി ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. എൻ്റെ കുട്ടിയെ മറ്റുള്ളവർ പൂജിക്കണമെന്നൊന്നും അമ്മയ്ക്ക് ആഗ്രഹമില്ല. പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും നിന്നെ ഓരോരുത്തർ ശപിക്കുന്നത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല മോനെ. അമ്മേ,
മനസ്സിലായി. അടുക്കളയിൽ വല്ല ജോലിയും നോക്കാണ്ട് മുറ്റത്ത് വന്ന് കാഴ്ച കണ്ട് നിന്നുള്ള കുഴപ്പം അത്. പിന്നെ ഇന്നല്ലേ ഞാൻ നിന്റെ വിശ്വരൂപം കാണുന്നത്. മനസ്സുകൊണ്ടുപോലും ആരെയും ദ്രോഹിക്കാത്ത ആളായിരുന്നു നിന്റെ അച്ഛൻ. നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? ആയി പോയതല്ലമ്മേ, ഗോവിന്ദൻ ഇങ്ങനെ ആക്കി മാറ്റിയതാ സമൂഹം. എല്ലാം അറിയാവുന്ന അമ്മ ഇങ്ങനെ. നിന്നെ കാണാൻ ഒരാൾ കാത്തു നിൽപ്പുണ്ട്. ആരാ? ഇങ്ങോട്ട് വന്നോളൂ. ആ, നാണിയമ്മയോ? എന്താ വിശേഷിച്ച്? മോനെ, നിരീച്ചിരിക്കാതെ പെട്ടെന്നൊരാവശ്യം. 5000 ഉറുപ്പ്യ. ആ, അത്രേ ഉള്ളോ? ദാ. ഒയ്യോ, അത് 10,000 രൂപ. ദാ 5000 തികച്ചുണ്ട്. എണ്ണി നോക്കിക്കോളൂ. മോനെ പുണ്യം കിട്ടും. ഓ, പുണ്യൊന്നും വേണ്ടെന്നെ നാണിയമ്മേ. അതിനിപ്പോ പഴയ വിലയൊന്നുമില്ല. ഏത് ബാങ്കിലെ അക്കൗണ്ട് എന്ന് വെച്ചാലേ ആ ബാങ്കിന്റെ 2 ചെക്കിൽ ഇപ്പൊ ചുണ്ടൊപ്പിട്ടിങ് തന്നാ മതി. ഗോവിന്ദ, മതിയമ്മേ, അമ്മയുടെ റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് എനിക്ക് പ്രമാണവും പത്രം ഒന്നും വേണ്ട. ചെക്ക് ലീഫ് മാത്രം മതി. മോനെ, മുഴുപട്ടിണിയല്ലാന്നേ ഉള്ളൂ, കടായിട്ടല്ല. ഒരു സഹായമായിട്ടാ ഞാൻ ഈ പണം ചോദിച്ചത്. ഓ, ദാനമായിട്ട് അതിങ്ങ് തന്നെ. ഗോവിന്ദന്റെ കൈകൊണ്ട് ആർക്കും ദാനം ചെയ്യില്ല. അഷ്ടിക്ക് മുട്ടിയിരുന്ന ഡ്രൈവർ മാധവന്റെ മകൻ ഗോവിന്ദന് അതിനുള്ള അർഹതയില്ലമ്മേ. പക്ഷേ കോടീശ്വരനായ ഗോവിന്ദന്റെ അമ്മയ്ക്ക് ദാനം ചെയ്യാം. നാണിയമ്മയ്ക്ക് ഒന്നും തോന്നണ്ട, ഗോവിന്ദൻ ഇങ്ങനെ. ദാ വെച്ചോളൂ. ഒരായുസിന്റെ കഷ്ടപ്പാട് മുഴുവനും കുഞ്ഞുനാളിലെ അനുഭവിച്ച് തീർത്തവനാ എന്റെ മോൻ. പാവം. നമ്പർ 1 നവരത്നമാല, വൈജയന്തിമാല, വൈശാലിമാല, ദളപതിമാല, കരിമണിമാല എന്നിവയ്ക്ക് ശേഷം മാധവ ജുവലേഴ്സ് കാഴ്ചവെക്കുന്ന ഏറ്റവും പുതിയ ഡിസൈൻ. കണ്ടു നോക്കാം, തൊട്ടു നോക്കാം, ഇട്ടു നോക്കാം. അടിച്ചു മാറ്റി ആപ്പിലാക്കരുത്. ഇതെങ്ങനെയുണ്ട് ചേട്ടാ? കൊള്ളാം. സംശയിക്കേണ്ട, എക്സലന്റ്. 5 പവന. 5 പവൻ എന്ന് പറയുമ്പോൾ 5 ഗുണിക്കണം. 3148 പണിക്കൂലി 1800, പണിക്കുറവ് 2130. എന്താ മാഷേ, പണിക്കൂലി പോരാണ്ട് പണിക്കുറവ്? ഈ പണിക്കാരുടെ കുറവിന് ഞങ്ങൾ എന്ത് പഴിച്ചു? സാറേ, ഈ പണിക്കുറവ് എന്ന് പറഞ്ഞാൽ തേയ്മാനം വരുന്ന സ്വർണത്തിന്റെ വിലയാ. അത് വേണ്ട വേണ്ട, ഇനി അങ്ങോട്ട് കൂട്ടണമെന്നില്ല. അതെ, ഈ കാശുമാല അങ്ങോട്ടെടുത്ത് ചില്ലറ കൂടി തന്നാ കിട്ടുന്ന ഒരു സാധാരണ മാല മതി. ഇതങ്ങ് നേരത്തെ പറഞ്ഞൂടെ? തൊണ്ട വരണ്ടത് മിച്ചം. ഒരച്ചു നോക്കുന്ന അവിടെയാ. എടാ ഗണേശ, ഇങ്ങ് വാ ചേച്ചി, ഉരച്ചു നോക്കട്ടെ. ഇതെന്ത് ഭാഷനാ കൊച്ചച്ച? ബോട്ട് വിള കൊടുക്കടോ. ചെമ്പ് കണ്ടു തുടങ്ങിയല്ലോ ചേച്ചി. ഇങ്ങനെ ഉള്ളതും കൂടെ ഒരച്ചെടുത്താ പിന്നെ അതിന് എന്ത് കിട്ടാനാ? ഉരച്ചില്ലേലും കിട്ടൂല. കൃത്യം 2300 രൂപ കിട്ടും. വേണോ? എടോ, അതിങ്ങ് തന്നെ. വാ ഏട്ടാ, നമുക്ക് പോവാം.